ദിലീപ് നായകനായ തങ്കമണി എന്ന ചിത്രം തിയേറ്ററിൽ മികച്ച പ്രതികരണങ്ങളോടെ മുന്നേറുകയാണ്. തങ്കമണിയിൽ ബസ് കണ്ടക്ടറുടെ വേഷത്തിലെത്തിയ നടൻ അരുൺ പുനലൂരിന് സി പോസിറ്റീവിൽ അതിഥിയായി നമുക്കൊപ്പമുണ്ട്. അരുൺ ഇതിനോടകം തന്നെ 30-ലേറെ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. അതിൽ 20-ലേറെ സിനിമകൾ റിലീസിനും എത്തി. പല ചിത്രങ്ങളും അണിയറയിൽ ഒരുങ്ങുകയോ റിലീസിന് തയ്യാറെടുക്കുകയോ ചെയ്യുകയാണ്. സമൂഹമാധ്യമങ്ങളിലും സജീവമാണ്. ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ കൂടിയായ അരുണിലേക്ക് നമുക്ക് പോകാം. അരുൺ, നമസ്കാരം. സിയിലേക്ക് സ്വാഗതം. അരുണിനെ എപ്പോഴും ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ തങ്കമണിയിൽ കാണുമ്പോഴേക്കും ഈ മുഖം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, പല സിനിമകളിലായി നമ്മൾ കാണുന്നതാണല്ലോ എന്നുള്ളൊരു ചിന്തയാണ്. അരുണിൻ്റെ വിശേഷങ്ങൾ എങ്ങനെയാണ്? അരുണിൻ്റെ ജോലി, അതിനോടൊപ്പം തന്നെ ഈ സിനിമ, എങ്ങനെയാണ് ഇതെല്ലാം കൂടി ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ? ഞാൻ ബേസിക്കലി ഫോട്ടോഗ്രാഫറാണ്, ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ്. ഒരു 25 വർഷത്തിന് മേലായിട്ട് ഫോട്ടോഗ്രാഫറാണ്. സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് നേരത്തെ പണ്ടുപോലെയുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ അങ്ങനെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു. അങ്ങനെ പതുക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു തുടങ്ങി. 30-ൽ പരം സിനിമകൾ ചെയ്തു കഴിഞ്ഞു. അരുൺ, ഈ തങ്കമണിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം, പ്രത്യേകിച്ച് ഇന്റർവെൽ പോർഷൻ വരുന്നത് ഉൾപ്പെടെ ആ ഒരു സംഘടനയാണ്. അതിൽ അരുൺ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് അതിനകത്ത് അണിനിരക്കുന്നുണ്ട്. ആ ഒരു പ്രത്യേകമായ സീനും അത് എത്ര ദിവസമാണ് പ്രത്യേക ആ ഒരു സീൻ ഷൂട്ട് ചെയ്തത്? ഞാൻ പറയുന്നത് ഇന്റർവെൽ പോർഷൻ മാത്രമാണ്, ആ ഒരു ബസ് കത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള സീൻ. അത് ഒരു 6 ദിവസമാണ് ബസ്സിന്റെ സീക്വൻസ് വരുന്നത്. അതായത് ബസ് ഗ്രാമത്തിലേക്ക് വരുന്നത് കാണിച്ച് അവിടെ മുതൽ അങ്ങോട്ടുള്ള പിന്നീട് ബസ് കത്തിക്കുന്നത് വരെയുള്ള സീക്വൻസുകൾ വരുന്നത് ഒരു 6 ദിവസം എടുത്തിട്ടാണ് ഷൂട്ട് ചെയ്തിട്ട്. കട്ടപ്പനയിൽ കിഴക്കേ മാട്ടുകെട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് സെറ്റ് ഇട്ടിട്ട് അവിടെയായിരുന്നു ഷൂട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ തങ്കമണിയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് ഇതിലേക്ക് ഓഫർ എത്തുന്നത്? എങ്ങനെയാണ്? തങ്കമണിയുടെ സംവിധായകൻ രതീഷ് രഘുനന്ദന്റെ സുഹൃത്താണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മിക്കവാറുള്ള എല്ലാ കഥകളും തിരക്കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ കഥയും തിരക്കഥയൊക്കെ റെഡിയായ സമയത്താണ് അദ്ദേഹം തന്നെ ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട് എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. ഇപ്പോൾ ഒരുപാട് സിനിമകൾ അരുണിൻ്റേത് ഇനി വരാൻ ഉണ്ട്. ഏതൊക്കെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകൾ? ഏതൊക്കെയാണ് ഇനി റിലീസ് ആവാനുള്ളത്? അതിനി റിലീസ് ആവാനുള്ള വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് കുറച്ച്, അതായത് പരിസരത്ത് ലീഡ് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് മെയിൻ വേഷം ചെയ്യുന്ന ഓഫ് റോഡ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. പിന്നീട് പഞ്ചായത്ത് ജെട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മറിമാൻ ടീമിന്റെ ഇത് രണ്ടിലും എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വേഷമുണ്ട്. പിന്നീട് കുറെ സിനിമകളുണ്ട്. ഷാജോൺ ചേട്ടൻ നായകനാവുന്ന CID രാമേന്ദ്രൻ, പിന്നീട് ജിത്തി ജോസഫ് സാറിന്റെ ഓണക്കുഴി, അങ്ങനെ കുറച്ച് പടങ്ങൾ വരാം. ഇനി ഒരു 6 പടം റിലീസ് ചെയ്യും. എങ്ങനെയാണ് ഈ ഓരോ സിനിമകളിലേക്കുള്ള കണക്ഷൻസ് പോകുന്ന റൂട്ട്? എങ്ങനെയാണ് ഇതിങ്ങനെ പരിചയക്കാരായിട്ട് വിളിക്കുന്നതാണോ, അതോ നമ്മൾ ഏതെങ്കിലും ഒരു സിനിമ ഉണ്ടാവുന്നത് അറിഞ്ഞ ആരോടെങ്കിലും സമീപിക്കാറുണ്ടോ? എങ്ങനെയാണ് ഇതിൽ ഓരോ സിനിമകളായിട്ട് പോകുന്നത്? നമ്മള് മിക്കവാറൊക്കെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളായിരിക്കും ഇതിന്റെ ഡയറക്ടർമാരും അങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്നത്. ഈ അസിസ്റ്റന്റ് ഡയറക്ടർമാർ, എല്ലാ ഡയറക്ടർമാരൊക്കെ നമുക്ക് സുഹൃത്തുക്കളുണ്ടാവും. അപ്പൊ സിനിമ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും. അപ്പൊ അങ്ങനെ ചോദിച്ചിട്ട് അവർക്കും കൂടെ നമുക്ക് പറ്റിയ എന്തെങ്കിലും ഒരു വേഷം അവരുടെ സിനിമയിലുണ്ടെന്ന് തോന്നിയിട്ട് അങ്ങനെയാണ് വരിക. പിന്നീട് നമ്മൾ അങ്ങനെ അല്ലാതെ തന്നെ നമ്മളെ സിനിമയിൽ കണ്ടിട്ട് വിളിച്ച ഓഫ് റോഡിലേക്ക് എന്നെ എനിക്ക് അവരോട് നേരത്തെ വലിയ പരിചയമൊന്നുമില്ല. എന്റെ ഉടൽ എന്ന് പറയുന്ന സിനിമയിലെ എന്റെ ക്യാരക്ടർ കണ്ടായിട്ടാണ് അവർ ഓഫ് റോഡിലേക്ക് അങ്ങനെയും വിളിക്കുന്നുണ്ട്. അവരുടെ ആദ്യത്തെ സിനിമ ഏതായിരുന്നു? അതിലേക്ക് വന്ന വഴി എങ്ങനെയാണ്? പിന്നീടല്ലല്ലോ നമുക്ക് ഈ ഓരോ സിനിമകളിലേക്കും പോകുന്നത്. പക്ഷേ ആദ്യത്തെ സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഡോക്ടർ ബിജുവിന്റെ കാടുപോക്കുന്ന നേരം, അതായത് 2016 ഏറ്റവും കൂടുതൽ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള കാടുപോക്കുന്ന നേരം എന്ന സിനിമയിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഡോക്ടറോട് ആഗ്രഹം ചോദിച്ചത് എന്തെങ്കിലും ക്യാരക്ടറുകളുണ്ടോ എന്ന് ചോദിച്ചത്. എനിക്ക് പറ്റിയിട്ടൊന്നും അതിനകത്ത് ആദ്യത്തെ ഒരു ഇതില്ലായിരുന്നു. പിന്നീട് സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷം അതിലൊരു 3-4 ആദിവാസി യുവാക്കളുടെ ഒരു വേഷമുണ്ട്. അപ്പൊ അതിലെ ഒരെണ്ണം എനിക്ക് തരികയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഒരു ബിഗ് സ്ക്രീനിൽ ആദ്യമായിട്ട് എനിക്ക് ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് വരാൻ. അതിനുശേഷം പിന്നെ എങ്ങനെയാണ് തുടർന്നും സിനിമയിലേക്ക് തന്നെ കടക്കാനും സിനിമ ചോദിക്കാനും ഒക്കെ ഉള്ള ആഗ്രഹം ഉണ്ടാവുന്ന ഈ ഒരു ആദ്യത്തെ സിനിമയ്ക്ക് ശേഷമാണോ അതോ മുൻപും ഒരു ആഗ്രഹമായിട്ട് തന്നെയാണ്? എനിക്ക് വളരെ ചെറുപ്പം മുതൽ ഈ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് ചോദിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഒന്നും അങ്ങനെ ആയിരുന്നില്ല. പിന്നീട് ഇപ്പം ഈ കാടുമുക്കുന്ന നേരത്തിൽ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് അത് കണ്ടിട്ട് നമ്മള് സിനിമയിലുള്ളവരും അല്ലാതുള്ളവരും കേട്ടിട്ടുള്ള കുറെ ആളുകൾ കണ്ടിട്ട് ഓക്കെ കണ്ടിന്യൂ ചെയ്യാൻ കുഴപ്പമില്ല എന്നുള്ളൊരു അഭിപ്രായം വന്നതിന് ശേഷമാണ് പിന്നീടുള്ള സിനിമകളിൽ ഞാനിങ്ങനെ ചോദിച്ചു തുടങ്ങിയത്.
പിന്നെ ഈ ഫോട്ടോഗ്രാഫിനെ കുറിച്ച് സംസാരിക്കുക. ഈ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായിട്ട് എപ്പോഴാണ് തുടങ്ങുന്നത് ജീവിതം? ഫോട്ടോഗ്രാഫിയിലെയും ആ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയിലേക്കൊക്കെ കടക്കുന്നത് എങ്ങനെയാണ്? അങ്ങോട്ടേക്ക് മാറുന്നു. 25-26 വർഷമായിപ്പോയി. അപ്പൊ ഞാൻ ആ സിനിമയിൽ എന്തെങ്കിലും ആകാൻ വേണ്ടിയിട്ടാണ് മദ്രാസിൽ പോയിട്ട് അവിടെ പ്രത്യേകിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടുന്ന് കിട്ടിയ ചില ലിങ്കുകൾ കൊണ്ട് ഞാൻ ഫോട്ടോഗ്രാഫി പഠിച്ചു. നാട്ടിൽ വന്ന് ഫോട്ടോഗ്രാഫി പഠിച്ചതിന് ശേഷം പിന്നീട് പത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോട്ടോഗ്രാഫി, സിനിമ വീക്കിലേക്ക്, വിമൻസ് മാഗസിൻസിന്, അങ്ങനെ കുറെ പബ്ലിക്കേഷൻസിന് വേണ്ടി ഫോട്ടോ എടുക്കുന്നു. പിന്നെ നാട്ടിൽ വർക്ക് ചെയ്യുവാൻ, വെഡിങ് വർക്കുകൾ, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ചെയ്തു. അപ്പൊ അങ്ങനെ അതിലൂടെ പോയാണ് പിന്നീട് സീരിയലുകൾക്ക് സ്റ്റിൽ എടുക്കാൻ പോയിട്ടുണ്ട്, പിന്നെ സിനിമയ്ക്ക് സ്റ്റിൽ ചെയ്തു, പിന്നെ ഡോക്യുമെന്ററികൾ ചെയ്തു. അങ്ങനെയാണ് പിന്നീട് കറങ്ങി തിരിഞ്ഞ്. അപ്പൊ ഞാൻ ഈ സിനിമയുടെ പരിസരം വിട്ടുപോകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്നത്. അഭിനയമായിരുന്നു എന്റെ മനസ്സിൽ പ്രധാനമായിട്ടും മോഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് തുറന്നു പറയാനോ ചോദിക്കാനോ എന്നുള്ള സിറ്റുവേഷൻ അല്ല. എല്ലാത്തിനും ഒരു കാലം ഉണ്ടെന്ന് പറഞ്ഞ പോലെ കറങ്ങി തിരിഞ്ഞ അവസാനം അഭിനയത്തിൽ ഇങ്ങനെ വന്നു. അരുൺ, ഇപ്പോൾ അരുണിൻ്റെത് ഒരു സിനിമ റിലീസാവാനുള്ള ഈ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി അതിനകത്തൊരു ക്യാരക്ടർ പോസ്റ്റർ വളരെ രസകരമാണ്. സിനിമയെ കുറിച്ചോ ക്യാരക്ടറിനെ കുറിച്ചോ ഒന്ന് പറയാം. എനിക്ക് ഒരു ഹ്യൂമറിസ്റ്റിക് ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു. പോസ്റ്ററിൽ അങ്ങനെയാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ക്ഷമിക്കണം, ഞാനത് നേരത്തെ പറഞ്ഞപ്പോ എന്റെ ഓർമ്മയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. നാദർശക്കയുടെ പടമാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. അത് ഇതില് മെയിനായിട്ട് വേഷം ചെയ്തത് മുബീൻ റാസിയാണ്, നമ്മുടെ ഡയറക്ടർ റാബിസ് സാറിന്റെ മകൻ. അതിനോടൊപ്പം തന്നെ അർജുന അശോക്. അവർ രണ്ടുപേരും നല്ല പ്രധാനമുള്ള കഥാപാത്രങ്ങളാണ് വരുന്നത്. പിന്നെ അതിന് കൂടെ വരുന്നതാണ് ഷൈൻ ടോം ചാക്കോ. അതിലൊരു സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് വരുന്നത്. ഒരു ചെറിയ കോമഡി ലെവലിലുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ ആ ക്യാരക്ടർ, അതായത് സൂപ്പർ സ്റ്റാറിന്റെ മാനേജറായിട്ടാണ് ഞാൻ വരുന്നത്. അതാണ് എന്റെ ക്യാരക്ടർ. ചെറിയൊരു കോമഡി സാധനം ഉണ്ട്. അതിന് ഈ പടം വരുമ്പോഴേ നമുക്കത് കൃത്യമായിട്ട് അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഇപ്പം രതീഷിന്റെ ഉടലിലും അരുൺ ഉണ്ടായിരുന്നു, ഇപ്പോൾ തങ്കമണിയിലും വരുന്നു. നിങ്ങൾ ഈ ഓരോ സിനിമ കഴിയുമ്പോഴുള്ളൊരു ബോണ്ട് വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ ഇതിനകത്ത് ഇപ്പം അതിനകത്തുള്ള ജോയ് എന്ന ക്യാരക്ടർ ആയിക്കോട്ടെ, ഇതിനകത്തുള്ള കണ്ടക്ടർ ആയിക്കോട്ടെ, ഇത് രതീഷ് ഏൽപ്പിക്കുമ്പോൾ രതീഷിനോട് എന്തെങ്കിലും പേഴ്സണലി നമ്മൾ അല്ലാണ്ട് സംസാരിക്കല്ലോ, ഈ വേഷങ്ങൾ ഏൽപ്പിക്കുമ്പോഴേക്കും നമുക്ക് എത്രമാത്രം ഈ കഥാപാത്രത്തോട് ഒരു നീതി പുലർത്താൻ പറ്റുന്നതിനെ കുറിച്ച് നിങ്ങൾ തമ്മിലൊരു ഡിസ്കഷൻ ഉണ്ടാവാറുണ്ട് ഈ ക്യാരക്ടറിനെ കുറിച്ച്? അതെന്തൊക്കെയാണ് രണ്ട് സിനിമകളിലെയും കാര്യം? അങ്ങനെ ഒരു വലിയ ഡിസ്കഷൻ അങ്ങനെ ഈ ക്യാരക്ടറിന്റെ കാര്യത്തിൽ വന്നിട്ടില്ല. കാര്യം എനിക്ക് തരുന്ന ക്യാരക്ടറുകൾ എനിക്ക് കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ബോധ്യം രതീഷിന് ഉണ്ടായതുകൊണ്ടാണ് രതീഷ് അത് എന്നെ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ ക്യാരക്ടറിന് ഇന്നൊരു രീതി വേണം അങ്ങനെയൊന്നും തന്നെ പ്രത്യേകിച്ച് പറയാറില്ല. കാര്യം രതീഷിന് അറിയാം ഞാനതൊരു അതിന്റെ കൃത്യമായിട്ടുള്ളൊരു മീറ്ററിൽ പിടിച്ച് അങ്ങ് പൊക്കോളെന്നറിയാം. എന്തായാലും ഈ രണ്ട് സിനിമ ചെയ്തപ്പോഴും അങ്ങനെ വേറെ പ്രത്യേകിച്ച് മിസ്റ്റേക്കുകളൊന്നും വന്നിട്ടില്ല. അരുൺ, ഇനി ഇപ്പോൾ ഫോട്ടോഗ്രാഫി ഇതിനോടൊപ്പം പോകുമ്പോഴേക്കും നമ്മൾ ഈ ജീവിതത്തിൻ്റെ ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ സിനിമ വരുന്ന സമയത്ത് ചെയ്യുന്ന വർക്കുകൾ ചിലപ്പോൾ വരും, അങ്ങനെ ഈ ക്ലാഷ് ആവുന്ന പരിപാടി ഉണ്ടാവാറുണ്ടോ? അത് വളരെ അപൂർവമായിട്ട് മാത്രമേ വരാറുള്ളൂ. അതിനകത്ത് മിക്കപ്പോഴും ഞാൻ ഈ ഫോട്ടോഗ്രാഫി വർക്ക് വരുന്ന സമയത്ത് ഞാൻ എന്റെ ക്ലയൻസിനോട് പറയാറുണ്ട്, കാര്യം എന്തെങ്കിലും ഒരു എമർജൻസി സാഹചര്യം വന്നാൽ എന്നെ ഒന്ന് വിടണം, എനിക്ക് പകരം ഞാൻ ആളിനെ ഏർപ്പാടാക്കാം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. മാക്സിമം അങ്ങനെ കൂടുതൽ വരാറില്ല, ചില അപൂർവം ചില സാഹചര്യങ്ങൾ മാത്രമേ. നമ്മൾ അങ്ങനെ വലിയ ഒരു തിരക്കുള്ള നടനോ തിരക്കുള്ള ഫോട്ടോഗ്രാഫറോ അല്ല. അപ്പൊ അതുകൊണ്ട് വളരെ അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു വിഷയം. അരുൺ, ഒരു ചോദ്യം കൂടി. ഇപ്പം തങ്കമണിക്ക് ഒരു മികച്ച അഭിപ്രായമായിട്ട് സിനിമ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം ഈ സിനിമയുടെ ജയപരാജയങ്ങൾ അരുണിനെ ബാധിക്കാറുണ്ട്? പ്രത്യേകിച്ച് അരുണിന് ഒട്ടനവധി സിനിമകൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഓരോ സിനിമകളുടെ വിജയപരാജയങ്ങൾ അരുൺ നോക്കാറുണ്ടോ? പ്രത്യേകിച്ച് സിനിമയുടെ വിജയപരാജയങ്ങൾ പലപ്പോഴും നമ്മളെ ഈ പറഞ്ഞ പോലെ തന്നെ സന്തോഷം തരികയും വിഷമം തരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്യുന്ന ഒരാളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ആ സിനിമ നന്നായി ഓടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ നന്നായി ഓടിയാൽ മാത്രമേ നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ച് ഇമ്പോർട്ടൻസ് കിട്ടുള്ളൂ, അതിൻ്റെ ഒരു അറ്റൻഷൻ കിട്ടുള്ളൂ. അപ്പം നടൻ എന്നുള്ള നിലയിൽ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് ഏതെങ്കിലും വേഷങ്ങൾ തരുമെന്ന് അതൊരു പ്രതീക്ഷയാണ് നമുക്ക് ഉള്ളത്. പക്ഷെ പരാജയപ്പെടുമ്പോൾ നമുക്കത് വിഷമം തോന്നാറുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രയത്നം, നമ്മുടെ കാത്തിരിപ്പ്, ചിലപ്പോൾ ഒരു വേഷത്തിലേക്ക് എത്താനായിട്ടൊക്കെ ഒരു വേഷം കിട്ടാനൊക്കെ നമ്മൾ ചിലപ്പോൾ 1, 2, 3 കൊല്ലമൊക്കെ കാത്തിരുന്നിട്ടുണ്ട്.
കാര്യം നമ്മളൊരു ഡയറക്ടറെ പരിചയപ്പെട്ട് അദ്ദേഹം ഒരു സിനിമ ചെയ്യുന്ന ഒരു സമയം, അപ്പോൾ ആ സിനിമയിലേക്ക് നമുക്ക് പറ്റിയ ഒരു ക്യാരക്ടർ ഉണ്ടാവണം, അത് നമ്മൾ ചോദിച്ചത് നമുക്ക് കിട്ടണം. ഇനി കിട്ടിയാൽ തന്നെ അവസാന നിമിഷം വരെയും നമുക്കത് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമുക്കത് വേറെ എന്തെങ്കിലും ഇടപെടലുകൾ കൊണ്ട് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോവാം. അപ്പൊ അങ്ങനെ ഒരുപാട് സ്ട്രഗിളുകളിലൂടെ കടന്നു പോയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യും. അപ്പൊ അത്രയൊക്കെ നമ്മൾ സ്ട്രെയിൻ എടുത്തൊരു ക്യാരക്ടർ ചെയ്തിട്ടും ഒരു പക്ഷേ സിനിമ റീച്ച് ആവാതെ പോകുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് ഓരോ സിനിമയ്ക്കും ഓരോ തലവിധി ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ ഇനി അടുത്തതിന് വേണ്ടി പരിശ്രമിക്കുക. എന്തായാലും അരുൺ വളരെയധികം നന്ദി, ഇത്രയും സമയം സീയിലേക്ക് മാറ്റിവെച്ചതും ഈ വരാൻ റിലീസാവുന്ന സിനിമകൾ വിജയമാവട്ടെ, ജൈവരാജ്യങ്ങൾ ഉൾപ്പെടെ സന്തോഷം നിന്നും നമ്മുടെ ക്യാരക്ടർ രജിസ്റ്റർ ആവുന്ന രീതിയിലും ആയി മാറട്ടെ. പ്രത്യേകിച്ച് ഇനി വരാനുള്ള സിനിമകളെല്ലാം ഏതായാലും എല്ലാ ആശംസകളും വരും. താങ്ക് യു. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.